ഹല്ലാനിയാത്ത് ദ്വീപിൽ പരിസ്ഥിതി ആഘാതങ്ങൾ തടയാൻ ഊർജിത ശ്രമം. ധാക്കിലിയ ഗവർണറേറ്റിലെ 2 റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു നൽകി. മസ്കത്തിൽ ഫാഷൻ ഡിസൈനറായ പ്രവാസി വീട്ടമ്മ നാട്ടിൽ നിര്യാതയായി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ദോഫാർ ഗവർണറേറ്റിലെ ഹല്ലാനിയാത്ത് ദ്വീപിൽ കരോലിൻ ബസംഗി എന്ന കപ്പൽ മണ്ണിലുറച്ചുണ്ടായ അപകടത്തെ തുടർന്ന് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടായേക്കാവുന്ന ആഘാതങ്ങൾ തടയാൻ ഒമാൻ ഭരണകൂടം ഊർജിത നടപടികൾ ആരംഭിച്ചു. ഗതാഗത, വാർത്താവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയവും പരിസ്ഥിതി അതോറിറ്റിയും മറ്റു ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുമായി ചേർന്നാണ് സംയുക്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സമുദ്ര പരിസ്ഥിതിക്കും കപ്പൽ ഗതാഗത സുരക്ഷയ്ക്കും ഉണ്ടായേക്കാവുന്ന വെല്ലുവിളികൾ നേരിടാൻ പ്രത്യേക സാങ്കേതിക വിദഗ്ധ സംഘങ്ങൾ രംഗത്തുണ്ടെന്ന് ഇരു മന്ത്രാലയങ്ങളും അറിയിച്ചു. സമുദ്ര പരിസ്ഥിതിക്കും കപ്പൽ ഗതാഗത സുരക്ഷയ്ക്കും ഉണ്ടായേക്കാവുന്ന വെല്ലുവിളികൾ നേരിടാൻ പ്രത്യേക സാങ്കേതിക വിദഗ്ധ സംഘങ്ങൾ രംഗത്തുണ്ടെന്ന് ഇരു മന്ത്രാലയങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. അടിയന്തര പദ്ധതികൾക്കനുസരിച്ച് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ നടപ്പാക്കാൻ ഈ സംഘങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കപ്പൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഉപഗ്രഹ ചിത്രങ്ങൾ, ഫീൽഡ് സർവേകൾ, പ്രത്യേക സാങ്കേതിക മാതൃകകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. രാജ്യാന്തര മാനദണ്ഡങ്ങളും ഉടമ്പടികളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് നിലവിലെ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി മാത്രമേ പുറത്തുവിടുകയുള്ളൂവെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഒമാൻ തീരത്ത് കുടുങ്ങിയ കപ്പലുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ മധ്യത്തിൽ ഗതാഗത, വാർത്താവിനിമയ, വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കപ്പലുകൾ സ്വന്തം ചെലവിൽ 30 ദിവസത്തിനകം നീക്കണമെന്നായിരുന്നു ഉടമകൾക്ക് മന്ത്രാലയത്തിന്റെ അന്ത്യശാസനം. സമയപരിധിക്കുള്ളിൽ കപ്പലുകൾ മാറ്റിയില്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദാഖിലിയ ഗവർണറേറ്റിൽ 2 പ്രധാന റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു നൽകി. ഒമാൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്പനിയിലേക്കുള്ള പുതിയ റോഡും അൽ ജബൽ, അൽ അക്തർ വിലായത്തിലെ സെയ്ഖ് ഗത്ന റോഡുകളാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി ഗതാഗത, വാർത്താവിനിമയ, വിവര സാങ്കേതിക മന്ത്രാലയം തുറന്നുകൊടുത്തത്. ഒമാൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്പനിയിലേക്കുള്ള റോഡ് പദ്ധതിക്ക് 10,76,800 ഒമാനി റിയാലാണ് ആകെ ചെലവ് വന്നത്. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡിന് സമാന്തരമായുള്ള സർവീസ് റോഡിൽ നിന്ന് ആരംഭിച്ച് ഒമാൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്പനിയുടെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വരെ നീളുന്ന ഈ പുതിയ പാതയ്ക്ക് ഏകദേശം 3.7 കിലോമീറ്ററാണ് നീളം. ഇതോടൊപ്പം അൽ ജബർ, അൽ അക്തറിലെ സെയ്ഖ് ഗത്ന റോഡിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നവീകരണ ജോലികളും മന്ത്രാലയം പൂർത്തിയാക്കി. ആകെ 9 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതിയിൽ നിലവിൽ 8 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. മസ്കത്തിൽ ഫാഷൻ ഡിസൈനറായ സഖി റോബർട്ട് നാട്ടിൽ നിര്യാതയായി. ചികിത്സാവശ്യാർത്ഥം നാട്ടിലേക്ക് മടങ്ങിയതായിരുന്നു. കാട്ടൂർ ആലപ്പാട്ട് പാലത്തിങ്കൽ വിൻസെന്റ് ആലപ്പാട്ടിന്റെയും ജൂണയുടെയും മകളാണ്. ഭർത്താവ് റോബർട്ട് കെ ആന്റണി 9 വർഷമായി മസ്കത്തിൽ താജ് അൽ ഗയർ എന്ന കമ്പനിയിൽ സെയിൽസ് മാനേജറാണ്. മക്കൾ റയാൻ റോബർട്ട്, റൈന റോബർട്ട്. കല്ലേപ്പുള്ളി സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ചക്കാന്തര സെന്റ് റാഫേൽ കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കാരം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.